നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ മാന്യപ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ കാലവർഷമൊക്കെ പിൻവാങ്ങി ഇനി തുലാവർഷത്തിന് ദിനങ്ങളാണ്. വലിയ മഴ, കനത്ത മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് കാലാവസ്ഥാ വകുപ്പ്. പല ജില്ലകളിലും മഴ പെയ്യുന്നുണ്ട്. എങ്കിൽ പോലും തുലാവർഷം എത്തിയിട്ടില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. തുലാവർഷം എത്തുന്നതിന് മുന്നേ തന്നെ വലിയ രീതിയിലുള്ള മഴ കിട്ടുന്നുണ്ട്. എത്തിക്കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താണെന്ന ആശങ്ക ശക്തമാവുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ കാലവർഷം രാജ്യത്ത് നിന്ന് പിൻവാങ്ങും. തുലാവർഷക്കാലത്തുള്ള മഴ നമുക്കറിയാം, ഉച്ച കഴിഞ്ഞായിരിക്കും കൂടുതൽ മഴ ശക്തി പ്രാപിക്കുന്നത്. ഈ തുലാവർഷക്കാലത്തേതുപോലെ ഉച്ച കഴിഞ്ഞാണ് മഴ പെയ്യുന്നതെങ്കിലും കാറ്റിന്റെ ഗതി 1.5 കിലോമീറ്റർ വരെ ഉയരത്തിൽ വടക്ക് കിഴക്കൻ ദിശയിലാകുന്നതുൾപ്പെടെ മറ്റു ചില കാര്യങ്ങൾ കൂടി ചേർന്ന് വന്നാൽ മാത്രമേ തുലാവർഷം എത്തിയെന്ന് ഉറപ്പിക്കാനാകൂ എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നത്. കാലാവസ്ഥാ കേന്ദ്ര അധികൃതർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ തുലാവർഷം എത്തിയെന്ന് പറയാൻ സാധിക്കില്ല. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം പിൻവാങ്ങി വടക്ക് കിഴക്കൻ കാലവർഷം, അതായത് തുലാവർഷം എത്തുന്നത് ഒക്ടോബർ മാസത്തിലാണ്. തുലാവർഷത്തിന് മുന്നോടിയായി ചക്രവാത ചുഴി, ന്യൂനമർദ്ദപാതം, അത് മാത്രമല്ല അതിനു പുറമെ കാറ്റിന്റെ അനുകൂല സാഹചര്യം കൂടി വേണം. എങ്കിൽ മാത്രമേ അതൊരു തുലാവർഷം എത്തി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അറബിക്കടലിൽ ലക്ഷദ്വീപ് പ്രദേശങ്ങൾക്ക് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതായി കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ സ്വാധീനത്താൽ കേരളം, തെക്കൻ കർണാടക തീരങ്ങൾക്ക് സമീപമുള്ള ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ ന്യൂനമർദ്ദ മേഖല ഞായറാഴ്ചയോടെ രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ഏതൊക്കെ ജില്ലകളാണ് മഴ മുന്നറിയിപ്പുള്ളതെന്ന് നോക്കാം. വരുന്ന മണിക്കൂറുകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ന് രാവിലെയോടെ തിരുവനന്തപുരത്തിന്റെ പല ഭാഗത്തും കനത്ത മഴയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഴയത്ത് എടുക്കേണ്ടുന്ന ജാഗ്രതകൾ, മുൻകരുതലുകളൊക്കെ സ്വീകരിച്ച് വളരെ സുരക്ഷിതരായിട്ട് ഇരിക്കണം. പല ജില്ലകളിലും മഴ പെയ്യുന്നുണ്ട്, പക്ഷേ സംസ്ഥാനത്ത് തുലാവർഷം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളൊക്കെ നിർണായകമാണ്. അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകളാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. അപ്പോൾ ഈ ജില്ലയിലുള്ളവർ തീർച്ചയായിട്ടും ജാഗ്രതയോടെ ആയിരിക്കണം. നാളെ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ട് എന്നാൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലയിലുള്ളവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇനി മഞ്ഞ അലർട്ട് ഏതൊക്കെ ജില്ലകളാണെന്ന് നോക്കാം. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. 18-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. 19-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ജില്ലകളിലുള്ളവരൊക്കെ ജാഗ്രതയോടെ ആയിരിക്കുക. ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ജാഗ്രതയോടെ ആയിരിക്കേണ്ടതുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന, റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. വളരെ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധ വേണ്ടിയിരിക്കുന്നു. മാത്രമല്ല കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി 17-ാം തീയതി രാത്രി 11:30 വരെ കേരളത്തിൽ തിരുവനന്തപുരം, കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലം, ആലപ്പാട്ട് മുതൽ ഇടവ വരെ ഈ ജില്ലകളിൽ 0.8 മുതൽ 1.1 മീറ്റർ വരെയും 17-ാം തീയതി രാത്രി 8:30 വരെ കന്യാകുമാരി, അതായത് നീരോടി മുതൽ ആരോഗ്യപുരം വരെ 1.1 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാണാം.
കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ള സാഹചര്യത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നത്. ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതേസമയം മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം കൂടി നോക്കാം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 19-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരങ്ങളിൽ 17, 18, 19 തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 19-ാം തീയതി വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 17, 18, 19 തീയതിയിൽ കർണാടക തീരത്ത് മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് തമിഴ്നാട് തീരം, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം, കന്യാകുമാരി പ്രദേശം, മാലിദ്വീപ്, ഗൾഫ് ഓഫ് മന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മാത്രമല്ല 17-ാം തീയതി തമിഴ്നാട് തീരം, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം, കന്യാകുമാരി പ്രദേശം, മാലിദ്വീപ്, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ഗൾഫ് ഓഫ് മന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.